പോത്തിനെ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പോത്തിന് വെള്ളം കൊടുക്കാൻ പോവുകയാണ്. 2 പോത്തുണ്ട്. അപ്പോൾ 2 പോത്തിനും വെള്ളം കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് പോത്തിനെ കണ്ടുകൊണ്ട് വരാം. കുഞ്ഞു പോത്തുകളാണ്, തീരെ ചെറുതാണ്, തീരെ ചെറിയ പോത്തുകൾ. ഇവിടെ ഉണ്ടായിരുന്നു, ഈ കാണുന്നില്ലല്ലോ. കുഞ്ഞാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് 2 പോത്തിനെയും കൊണ്ട്. 2 പോത്തും അവിടെ ഉണ്ട്. കുഞ്ഞോടെ 2നെയും തീറ്റിക്കണം. അപ്പം ഞാൻ വെള്ളം കൊണ്ട് പോവുകയാണ്. ഒരു പോത്താണെങ്കിലേ കുറച്ച് വെള്ളം കുടിച്ചാൽ കുടിച്ച് അത്രേ ഉള്ളൂ. മറ്റേ പോത്ത് പിന്നെയും കുഴപ്പമില്ല, ഇത്രയാണെങ്കിലും കുടിക്കും. അപ്പം കുഞ്ഞാണെങ്കിൽ അവിടെ എടുത്ത് തീറ്റ കൊടുക്കുകയാണ് പോത്തുകൾക്ക്. പറമ്പിൽ കെട്ടിയേക്കാണ്. പോത്ത് അധികം വെള്ളം കുടിക്കില്ല. എന്നാ ഇത്തിരി വെള്ളം കുടിച്ച് വെള്ളം കുടിക്കില്ലത് വെറുതെ. ഇത്തിരി വെള്ളം കുടിക്കണം മോളെ. പുല്ല് മാത്രം തന്നെ ഉള്ളൂ. വാ ഇത് വാ, ഇത്തിരി വെള്ളം കുടിച്ച്. ഇതിങ്ങനെ തല അങ്ങോട്ട് കുത്തി കൊടുക്കണം. ഈ വെള്ളം കുടിക്കുള്ളൂ. മറ്റേന് കൊടുക്കാം, മറ്റേ പോത്തിന് കൊടുക്കാം. ആദ്യം ഈ പോത്തും കുട്ടനാണ് കൊണ്ടുവന്നത്. ഈ എൻ്റെ കൈ അടിക്കില്ലേ. ആദ്യം ഇതിനാണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പരസ്പരം എന്തോ സംസാരിക്കണം, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മാ എന്ന് പറഞ്ഞിട്ട് അവർ അപ്പുറത്തും കെട്ടിയൊക്കെ ഇരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് 2 പേരും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, മാ എന്നും പറഞ്ഞുകൊണ്ട്. ഇത്തിരിയാണ് കൊടുക്കണത്. ഒരുപാട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് കുടിക്കൂല. ഇത്തിരി ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈറ്റങ്ങൾ കഴിച്ചോളും. കാരണം കുഞ്ഞിപ്പോത്തുങ്ങളായതുകൊണ്ടേ നമ്മൾ ഇങ്ങനെ 3 നേരം കുറേ കൊടുത്തു കഴിഞ്ഞാൽ ഈറ്റങ്ങൾ കഴിക്കില്ല. അപ്പം ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് ഉണ്ടെന്ന് അതിന് കൊടുത്ത, അവളല്ല ആണാണല്ലേ, അതിന് കൊടുത്തിട്ട് അതൊന്നും കഴിച്ചില്ല. എന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഇതിന് ഞാൻ നേരത്തെ കൊടുത്താണ് കുറച്ച് മുമ്പേ. അവൻ ഇത്തിരി കഴിച്ചോളൂ. ഇതിനെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പം ആ തവിട് ഇതൊക്കെ കഴിച്ചോളും. നല്ല വെയിലുണ്ട്, ചൂടാണ്. പോത്തിൻ്റെ മേലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അവൻ്റെയും ഇന്നലെ ആ കാക്ക വന്ന് മൂക്കത്തൊക്കെ പൊട്ടിച്ച്. ഇത്രയും കൂടെ ഉണ്ട്. അപ്പുറത്തുണ്ട്, അപ്പുറത്തെ വീട്ടിലുണ്ട് പോത്ത്. അവിടെ മുറയാണ്, മുറ. ഇവന്റെ പേരാണ് വേലു. വേലുന്ന് പേരിട്ടത് ചെമ്പനാ. അയ്യോ എന്നെ തിന്നാണ്. ഇവന്റെ പേരാണ് ഞങ്ങളുടെ വേലു. വേലുന്ന് പേരിട്ടതാരാണ്? അമ്പ്രുവാണ് പേരിട്ട വേലുന്നും പറഞ്ഞോണ്ട്. അമ്പ്രുവാണ് വേലുന്നും പറഞ്ഞ് പേരിട്ടതേ. വേലു. അപ്പുറത്ത് ഞാൻ ചെമ്പൻ. അപ്പുറത്ത് പോത്തുംകുട്ടൻ്റെ പേര് ചെമ്പൻ. ചെമ്പന്ന് പേരിട്ടതാരാണ്? കുഞ്ഞു. ചെമ്പോ. ചെമ്പനും വേലുമാണ്. ഇവിടെ നിറച്ച് പഞ്ചസാരപ്പഴം ഉണ്ട്. ഇതാണ് പഞ്ചസാരപ്പഴം. എന്താ ഇത് നിറച്ചുണ്ട്. കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട് കായ. ചെറിയ കായകളാണ് ഉണ്ടായി വന്നുള്ളൂ. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയും പഞ്ചസാരപ്പഴം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എടുത്ത് കഴിക്കും. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ പറമ്പിൽ ഉണ്ട് ഈ ഒരു മരം മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ ഒരു മരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പോത്തിനെ കെട്ടാനായിട്ട്
തീറ്റ കൊടുക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ കണ്ടതാണ് പഞ്ചസാരപ്പഴം. ഞങ്ങൾ ആദ്യം മറ്റേ പ്രോജക്റ്റിന് പോകുമ്പോൾ FICTയിലാണ് പോയത്, ഫാക്ടറിയിൽ ഏലൂര്. അപ്പോൾ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ അവിടെ ഓരോ മരങ്ങളൊക്കെ നിൽക്കണ പഞ്ചസാരപ്പഴം ഇഷ്ടം പോലെ ഉണ്ടാകുന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ തിന്നും. എനിക്കും തരും. എനിക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടപ്പെടില്ല, ഞാൻ കഴിക്കാറില്ല. ചെമ്പനും വേലുവിന് ഇനിയും വേണോ? ഇതിന് വാനില് വെള്ളയില്ല, പക്ഷെ അതിന് നല്ല വെള്ളയുണ്ട്. അഴിച്ചു വിട്ട് നടത്തിയിരിക്കുന്നു. മറ്റവൻ അധികം പുല്ലൊന്നും കഴിക്കില്ല, വെള്ളം കുടിച്ചോളും. പക്ഷെ ഇവൻ വെള്ളം അധികം കുടിക്കില്ല, പുല്ല് കഴിച്ചോളും. അത്രയും രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവമാണ്. വെളുത്തമ്മ കെട്ടണില്ലല്ലോ, വെളുത്ത് കെട്ടാൻ പാടില്ലെന്നല്ലോ, വെളുത്ത് അഴിച്ചിടാല. ഞാനവിടെ ഉണ്ട്. ലൂസിനെ പോത്തിനെ കഴിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ അവൾക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞൂടാ. അവൾക്ക് ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട് പേടിയായി. ലൂസി, അവൾക്ക് ഇങ്ങോട്ട് വരാൻ പേടിയായി. വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കിടന്നുകൊണ്ട് വരവേണ് നടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്. ലൂസി മോളെ, ഓ ലൂസിയേ, ഓ ലൂസിയേ, ലൂസി എന്താ അഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്. ലൂസി എന്താ, അയ്യോ കൊച്ചി, ഞാനോടത്ത് അവള് വീണെന്ന്. അവൻ വീണാനായിരുന്നു, കുഴിയിലോട്ട് അടുപ്പോയി. അതിനറിഞ്ഞൂടല്ല. അയ്യോ അമ്മേ, അവിടെ വീണ. ലൂസിമോളെ പോത്തിനെ അഴിക്കാനായിട്ട് കൊണ്ടുവന്നാണ്. വേലുവിനെയും ചെമ്പനെ അഴിക്കാനായിട്ട് അവൾ വന്നാണ്. അവളെയും കൂടെ കൊണ്ടുവന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവൾക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. എടാ അവരുടെ അടുത്ത് നിന്നിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യും. അവരോട് വന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവളുടെ സാമ്രാജ്യമാണ്. ഇവിടെ ആരും വന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവളുടെ സാമ്രാജ്യത്തിൽ. ലൂസി മോളെ, ലൂസിയേ എന്താ വേലു നിൽക്കണം ഇവിടെ. അപ്പുറത്ത് ചെമ്പൻ നിൽക്കണം. ലൂസി ആണെങ്കിൽ വരവി ഓടി കിടക്കണം. ലൂസിക്ക് എന്തോ സ്വാതന്ത്ര്യം കിട്ടിയ ഫീലാണ്. ലൂസി ഓടി കിടക്കണം. ലൂസിയേ ഡേ, ലൂസി ഇനി അതിൻ്റെ ഇടയിൽ പോയി അത് നല്ല ചവിട്ടി കൂട്ടും കൂടെ. ആകെ ഇത്തിരി കോളമുള്ളൂ. അവിടെ ഇപ്പം ഉണ്ട്. ലൂസി ബാ, പൊടി ചെമ്പനല്ലല്ലോ പെരുമാറിപ്പോയി. ഇത് വേലു. ഇങ്ങനെ കയറ് കെട്ടിയത് വേലു, കയറ് കെട്ടാത്തത് ചെമ്പൻ. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും രാജാവാണ് ദേ ഇവിടെ കിടക്കുന്ന ലൂസി പെണ്ണ്. എവിടെ പോയി ലൂസി? ലൂസി എന്താണ് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിയിട്ടുട്ടാ. ലൂസിക്ക് ആകെ പേടിയുള്ള ചേട്ടനെ മാത്രമാണ്, വേറെ ആരെയും പേടിയില്ല. പിന്നെ അമ്മേനെ ഭയങ്കര വലിയ കാര്യമാണ്.
ഇതേ ലൂസി ചേട്ടൻ വടിയും കൊണ്ട് വന്ന് ചീത്ത പറയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ലൂസി അവിടെ സറണ്ടറായി. ഓടും ഇവിടെ എവിടെയാണെങ്കിലും ലൂസിക്ക് ഓടി നടക്കാൻ പറ്റൂല. പറമ്പിൽ ആവശ്യമായിട്ട് കിടക്കണോണ്ടേ ഫസ്റ്റ് ടൈമാണ് ലൂസി ഇങ്ങനെ വന്നേക്കണേ. ലൂസി ആണെങ്കിൽ ഇപ്പം ഇതിനോട് അഡ്ജസ്റ്റഡ് ആയി. ഇപ്പോൾ അവൾ ഫസ്റ്റ് ടൈം ആണെങ്കിലും ആദ്യമൊക്കെ ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്. ഇപ്പോൾ അവൾ ഓക്കെ ആയി. പക്ഷേ ഇനി അവൾ അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാണ്, പെട്ട് അവൾ ഒറ്റയ്ക്ക് ഓടി വരും. നമുക്ക് പോത്തിനെ അഴിച്ചു വിട്ട് തീറ്റിക്കാം. അവനെ ലൂസിനെ കൊണ്ട് അങ്ങോട്ട് പോയപ്പേ വേലു ആണെങ്കിൽ സുബിൻ്റെ പുറകെ പോയി. വേലുവിനെ ഞാൻ കാണിച്ചു തരാം. ഇതേ വേലു ഇവിടെ നിന്ന് തിന്നാണ്. ചെമ്പനോടെ പോയി. ചെമ്പന കാണാനില്ല. ചെമ്പൻ ഇവിടെ നിന്ന് തിന്നാണ്. ചെമ്പൻ ഇവിടെ വെക്കണം. വേലുനെ ഇവിടെ വെക്കണം. വേലുവിനെ ഞാൻ കയറിൽ പിടിച്ചേക്കണം. വേറൊന്നുമില്ലേ, ലൂസിനെ കൊണ്ടാക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ സുബി അങ്ങോട്ട് കൊണ്ടാക്കാൻ പോയി കഴിഞ്ഞപ്പോൾ വേലു സുബിൻ്റെ ഒപ്പം അങ്ങോട്ട് വീട്ടിലോട്ട് വന്നു. അപ്പം ഞാൻ കയറുമ്പോൾ പിടിച്ചാണ്. അപ്പം അതിൻ്റെ പുറകെ ചെമ്പനും വന്നു. ചെമ്പനോട് പോയി അയ്യോ തന്നെ ചെമ്പൻ അതിൻ്റെ പുറകെ വന്നു. കണ്ടതേ വേലുന അവൻ തീറ്റിക്കണം. ചെമ്പനാണെങ്കിൽ അവിടെ ഉണ്ട്. ചെമ്പൻ തന്നെ വേലു തന്നെ. വേലുവിൻ്റെ അവിടെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. ചെമ്പൻ തന്നെ അവിടെ ഉണ്ട്. കയറൊക്കെ അവരുടെ മേലെ ഇട്ടതാണ്. അല്ലെങ്കിൽ അവർ നടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തടയും. വേലുവിനാണെങ്കിൽ സുബിൻ്റെ പുറകെ അടക്കാണ് വേലു. സുബി അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരും. സുബിനെ ഭയങ്കര വലിയ കാര്യമാണെന്ന് തോന്നുന്നു വേലു. കണ്ടാ രണ്ടുപേരും കൂടെ എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. ഭയങ്കര സംസാരമാണ്. എന്താ ഇവരുടെ തമ്മിലുള്ള സ്നേഹം നോക്കിയേ എന്താണെന്നോ. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കയറുമ്പോൾ പിടിച്ചേക്കാണ്. അവൻ പറഞ്ഞു ഇനി ഇത് കുണ്ടന്മാരാണെന്ന് അറിഞ്ഞൂടെന്ന്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കയറുമ്പോൾ പിടിച്ചേക്കാണ്. എങ്ങാനും എന്തൊക്കെയോ സംസാരിക്കണം. കണ്ട എന്തൊക്കെയോ പറയണ്ടവര്. എന്താണെന്ന് അറിഞ്ഞൂടാ. അവിടെ നിർത്താൻ അതെയോ അവിടെ ഒരുത്തന്നെ ഇരുന്നോണ്ട് മുറ പോത്ത് അത് വിളിക്കണ ഇവര് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കണ്ടട്ടാ. എന്തൊക്കെയോ വിളിച്ചിട്ട് ഞങ്ങൾ ഓർത്ത് ഇപ്പം രണ്ട് കയറുമ്പോൾ പിടിച്ച വേറെ ഒന്നുമല്ല. ഇവര് തമ്മിലെങ്ങാനും വല്ല തല്ലുടിക്കോ കുത്തുകൂടോ എന്ന് ഓർത്തിട്ടാണ് രണ്ട് കയറുമ്പോൾ പിടിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞപ്പോൾ അവർ സംസാരിച്ച് വേണ്ട അവരുടെ സ്നേഹം നോക്കി വേണ്ട എന്തൊക്കെയോ സംസാരിച്ച് പിന്നെ പുല്ലിനാൻ പോയി. ഒരുത്തനാണെങ്കിൽ അവിടെ നിന്ന് വിളിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലാണ് അത്. വേലുവിനെ താലോലിക്കണ് സുബി. ചേട്ടൻ പറഞ്ഞു കൊടുക്കണേ അതിൻ്റെ അടുത്ത് പോയി പുല്ലുന്നോളാം. കുത്തല്ലേ എന്താ റബ്ബറപ്പണം കാണിക്കണത്? ഇവിടെ നടന്ന് തിന്നെയാണ്. ഇനി തിന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട. കാണിച്ചു തരാം, സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. അതേന കണ്ട ഇവിടെ ഒരാൾ മറിയണാണ്. ആ ആൾ ഇവിടെ നിന്ന് കുറേ നേരമായി വിളിക്കണേ. കണ്ട ഇത് കണ്ട. ഒയ്യോ
വേണ്ട മുറ കുറേ നേരമായി വിളിക്കണേ ഇവരെ. വേണ്ട 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 ഇവിടെ ഒന്ന് നോക്കിന്ന് വിളിക്കണേ ഇവരെ. നോക്കിന്ന് വിളിച്ചിട്ട് ഇവർ മൈൻഡ് ചെയ്യണില്ല. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ രണ്ടും കൂടെ തല്ലുപിടിച്ചാൻ. രണ്ടും കൂടെ ഇല്ല കേട്ടോ, അവനാണ് വേലുവിനെ ഇടിക്കാൻ പോയത്. വേലുവിനെ ഇടിക്കാൻ പോയത് കൊമ്പനാണ്. അതുകൊണ്ട് കൊമ്പനല്ല, ചെമ്പനാണ്. ചെമ്പൻ ഞങ്ങൾ മാറ്റിക്കെട്ടിട്ടുണ്ടതിന്. ഞങ്ങളിപ്പോൾ രണ്ടും കൊണ്ട് ഡ്യൂട്ടിയാണ്. അവിടെ നിന്ന് ഒരുത്തനാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേലുവിനോട് പുല്ലിനെ. ഞങ്ങളിതേ ഇവിടെ ഇരിപ്പായി. കുഞ്ഞതേ ഇവിടെ ഇരിക്കണം. എംബ്രോ ഇനി വേലുതേടൊക്കെ ഇരിക്കണേ. വേലുവിനെ കൊണ്ടുപോയി. വേലുവിൻ്റെ ഉടമസ്ഥര് വന്ന് വേലുവിനെ കൊണ്ടുപോയി. അപ്പം അതേ ചെമ്പന് വിഷമായി. ചെമ്പൻ നോക്കിക്കൊണ്ടിരിക്കണ നോക്കി ഞങ്ങളുടെ വേലുവിനെ കൊണ്ടുപോയി. ഉണ്ടതേ വേല് പോവേണ്. ഇതേ ചെമ്പനും പോണു. ഇവിടെ കണ്ട വിളിക്കണ് ഉമ്മാന്നും പറഞ്ഞ്. അവർക്ക് എന്താ പറയുക, അവരുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്താണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേലുവിനെ കൊണ്ടുപോയി. ഇതേ ചെമ്പൻ വിഷമായിട്ട് ചെമ്പൻ ഓടി കിടക്കുകയാണ് പാവം. അവനും കൂടെ പോയാണ്. അവനെ കെട്ടിട്ടുണ്ട്. ഭാഷയിൽ അവർ സംസാരിച്ച് അവര് സൗഹൃദമായി മൂന്നുപേരും കൂടി. ഉണ്ടാ അപ്പൊ അതിന്ന് ചെമ്പൻ്റെ ഉടമസ്ഥര് വന്ന് കൊണ്ടുപോയി. ഇപ്പൊ വേലുവിന് സങ്കടമായി. ഇത് വേലുവിനെ കെട്ടിട്ടോണ്ടാണ്. അടിക്ക് ഞാൻ സോറി ചെമ്പന അവിടെ കിടക്കണം. സോറി മാറിപ്പോയി. വേലുവിനെ കൊണ്ടുപോയി. എന്താണ് അപ്പൊ അതേ ചെമ്പന് സങ്കടമായി. ചെമ്പനെ കെട്ടിട്ടോണ്ടെന്ന്. അല്ലെങ്കിൽ ഇപ്പൊ ചെമ്പൻ ഇപ്പൊ അവരുടെ കൂടെ പോയേനെ. വിഷമായി. 2 ദിവസത്തെ പരിചയം ഉണ്ടായുള്ളൂ. പക്ഷെ എന്നാലും വേലുവിനെ കാണാനായിട്ട് ഓടയാണ് ചെമ്പൻ. അഴിച്ചുവിട്ടപ്പോൾ വേലി പോണ സങ്കടത്തിൽ ഓടയാണ് സ്പീഡിൽ. അല്ല അവരുടെ സ്നേഹപ്രകടനം കണ്ട. മനുഷ്യരെക്കാളും ഭേദമാണ് മൃഗങ്ങൾ. വേലിയോടെ വേല് പോയാ. വേലുവിനെ ഇവിടെ കെട്ടിയൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകും. നമ്പറു ഹായ് പറഞ്ഞ അതിന് നാണായി. ഹായ് പറയാൻ പറഞ്ഞപ്പോ വേലുവിൻ്റെ ഇവിടെ കൊണ്ടേ കിട്ടിയേക്കണം. അങ്ങനെ വേലുവിനെ കൊടുത്ത്. വേലു ഞങ്ങളുടെ പോത്തല്ലായിരുന്നു കേട്ടോ, വെല്ലിച്ചൻ്റെ പോത്തായിരുന്നു. അപ്പോൾ വെല്ലിച്ചൻ്റെ റിലേറ്റീവ് ഒരു ചേച്ചിക്ക് കൊടുത്ത്. വെല്ലിച്ചൻ്റെ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിലേറ്റീവ്. അപ്പോൾ അവർ ചേച്ചിക്ക് കൊടുത്ത്. അപ്പോൾ അതേ ഇത് ഒരു നമ്മുടെ കണ്ണീച്ചോത്ത് ഇതിൻ്റെ മേലക്കും പൊട്ടാണ്ടിരിക്കാനായിട്ട് പേര് കടുകെണ്ണയും കർപ്പൂരവും കൂടി മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേത്ത് പൊട്ടുന്നില്ല. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ തേച്ചൊക്കെ കൊടുക്കും നമ്മൾ. അതിൻ്റെ മേല് പൊട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. തലയുടെ അവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്, അവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. ഈച്ച കടിച്ചു പൊട്ടിക്കും. വേലുവിനാണെങ്കിൽ നിറച്ച് കടിച്ചു പൊട്ടിച്ചിട്ടുണ്ടായി. കാരണം വേലു വന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ചെമ്പൻ വന്നിട്ട് 2 ദിവസമായുള്ളൂ. 2 ദിവസമായി കഴിഞ്ഞപ്പോൾ ഇന്നലെ ചെമ്പൻ്റെ തലയിലൊക്കെ കടിച്ചു പൊട്ടിച്ച്. അപ്പം അവനവിടെ മഞ്ഞളൊക്കെ കൊണ്ടുപോയിട്ട്
സുഖം കൊണ്ട് കിടക്കുകയാണ് പെറ്റി കൊടുക്കാനായിട്ട്. തടവി കൊടുക്കുമ്പോൾ കിടന്നു വരും, അനങ്ങാണ്ട് ഉറങ്ങി കിടക്കും. ഭയങ്കര ഇഷ്ടമാണ് തടവി കൊടുക്കാൻ. അപ്പം ഇപ്പം വെളിച്ചൻ വേലുവിൻ്റെ മേത്ത് പെറ്റി കൊടുത്ത്, ഇപ്പോൾ ചെമ്പൻ്റെ മേത്ത് കൊണ്ട് പെറ്റാണ്. എന്നിട്ട് വേലുവിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ചെമ്പന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ചെമ്പനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെമ്പന ഓക്കെ ആയി. മൂത്തും തലയിലൊക്കെ കടിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ കണ്ടില്ലത്. മൂത്ത സൈഡിലൊക്കെ കടിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടില്ല. മേത്ത് മൊത്തം പെറ്റി കൊടുത്ത് സുഖം കൊണ്ട് കിടക്കുകയാണ്. നീൻ്റെ സ്മെല്ല് കൊണ്ട് ഇനി മറ്റേ കാക്കയും കൊക്കൊക്കെ കടിക്കായിരിക്കും. അത് ഈ സ്മെല്ല് കൊണ്ട് എടുക്കാതെ ഒന്നും ഇരിക്കാനൊന്നുമില്ല. പക്ഷേ ഈച്ചയൊന്നും വരെയൊന്നുമില്ല. ഈച്ച വന്നുകൊണ്ട് കടിച്ച് പൊട്ടിക്കും. ഞങ്ങളുടെ പണ്ടത്തെ പോത്തുണ്ടായി കഴിഞ്ഞപ്പോൾ പണ്ടത്തെ പോത്തിനെ ഈച്ച വന്നുകൊണ്ട് കടിച്ചു പൊട്ടിച്ച് എന്നിട്ട് ഞങ്ങൾ ഇതേപോലെ പെറ്റിയിട്ടാണ് മാറിയത്. ഇവിടെ നട്ട ചീരയ്ക്കില്ലേ, ഞങ്ങളുടെ ചെമ്പൻ ഞങ്ങളുടെ പോത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ കടിച്ചു നിന്നു. അവൻ വന്ന് അവനവിടെ അമ്മ കെട്ടിയപ്പോൾ അഴിഞ്ഞുപോയി. അന്ന് തന്നെ അവൻ കടിച്ചു നിന്നു. പക്ഷെ വേലും കൂടെ ഒന്നും വന്നൊന്നുമില്ല കേട്ടോ. വേലും നല്ല ഡീസൻ്റ് ആയിരുന്നു. പക്ഷെ ചെമ്പൻ ഇത്തിരി, ഞങ്ങളുടെ പോത്ത് ഇത്തിരി വികൃതിയാണ്. വലിച്ചൻ്റെ പോത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല പാവം പോത്താണ്. ഞങ്ങളുടെ പോത്ത് ഇത്തിരി മഹാവികൃതിയാണ്. ഞങ്ങൾ ജീരകക്കഞ്ഞി കുടിക്കുകയാണ്. നൊയമ്പില്ലേ ഇവിടെ, മുസ്ലിംസിൻ്റെ നൊയമ്പിൻ്റെ ടൈമാണ്. അപ്പോൾ ആ ടൈം ആകുമ്പോൾ ഒരു ചേച്ചി ഞങ്ങൾക്ക് കൊണ്ടുപോയി തന്നാണ്. ജീരകക്കഞ്ഞിയാണ്. എന്താ, അപ്പം ഞാൻ ഗ്ലാസ്സിലാണ് എടുത്തത്, കുഞ്ഞൊക്കെ പാത്രത്തിലെടുത്ത് ഗ്ലാസ്സിലെടുത്ത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചേച്ചി ഉണ്ടാക്കിയിട്ട് ചൂടേപ്പാടെ ഞങ്ങൾക്ക് ഇതേ കൊണ്ടുപോയി തന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ആ ചേച്ചി ഇവിടെ കൊണ്ടുപോയി തരാറുണ്ട്, പക്ഷേ ഞങ്ങൾ ഉണ്ടാവാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളിവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.